Voltas1Ton നോർമൽ സ്പ്ലിറ്റേഴ്സ് കൂളിംഗ് ഇല്ല എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നമ്മൾ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ കണ്ടൻസർ ഫാൻ ഷോർട്ടാണ്. അതുപോലെ തന്നെ അത് സ്റ്റക്കായിട്ടിരിക്കുകയാണ്, ലീഫൊക്കെ പിടിച്ച് നല്ല സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഔട്ട്ഡോർ ഫാനൊക്കെ കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഇൻഡോർ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂളിംഗ് വരും, അതിനുശേഷം കൂളിംഗ് നഷ്ടപ്പെടും. അപ്പോൾ ഈ ഔട്ട്ഡോർ യൂണിറ്റ് ഫാൻ വർക്ക് ചെയ്യാണ്ട് നന്നായിട്ട് ഹീറ്റാവും, കണ്ടൻസേഷൻ നടക്കില്ല. അപ്പോൾ കുറച്ച് നേരം കംപ്രസർ വർക്ക് ചെയ്തിട്ട് ഹീറ്റായിട്ട് കട്ട് ഓഫ് ആയി പോകും. നമുക്ക് ഈ ഷോർട്ടായ ഫാൻ മോട്ടർ മാറ്റിയിട്ട് പുതിയ ഫാൻ മോട്ടർ വെക്കാം. അതിനുവേണ്ടി നമുക്ക് വയർ കണക്ഷനൊക്കെ ഒന്ന് അയക്കണം. അതിന് ശേഷം സ്ക്രൂസൊക്കെ അയച്ചിട്ട് നമുക്ക് ഈ ഫാൻ മോട്ടർ അയച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ലീഫ് സ്റ്റക്കാണ്, അപ്പം ലീഫ് നമുക്ക് പുറത്തിട്ട് അയക്കാം. അപ്പോൾ നമ്മൾ ഫാൻ മോട്ടർ അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് പുതിയ സെയിം മോട്ടർ തന്നെ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ അയച്ചെടുത്ത വോൾട്ടാസിൻ്റെ പഴയ ഫാൻ മോട്ടർ. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് പുതിയ ഒരെണ്ണം റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫാൻ മോട്ടർ പിടിപ്പിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ ഫാൻ മോട്ടർ വാങ്ങിയത്, സെയിം മോഡൽ തന്നെയാണ് വാങ്ങിയേക്കുന്നത് വോൾട്ടാസിൻ്റെ. അപ്പോൾ പുതിയ ഫാൻ മോട്ടർ നമ്മുടെ ഔട്ട്ഡോറിലെ സ്റ്റാൻഡിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. അതുപോലെ തന്നെ ഇതിൽ വയർ കണക്ഷൻ വരും, 4 വയറാണ് വരുന്നത്, ഫേസ്, ന്യൂട്രൽ, സ്റ്റാർട്ടിങ്, റണ്ണിങ്. അപ്പോൾ ആ വയർ കണക്ഷനൊക്കെ നമ്മൾ പഴയ രീതിയിൽ തന്നെ നല്ല കറക്റ്റായിട്ട് കൊടുക്കുക. കപ്പാസിറ്റർ 2 MFD ആണ് കൊടുക്കുന്നത്. അപ്പോൾ കപ്പാസിറ്ററിലേക്ക് റണ്ണിങ്, സ്റ്റാർട്ടിങ് കൊടുക്കുക, റണ്ണിങ്ങിൽ തന്നെ ഫേസ് കൊടുക്കുക, ന്യൂട്രൽ കോമൺ ആയിട്ട് കൊടുക്കുക. അതാണ് നമുക്ക് വയർ കണക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിയാറായിട്ടുണ്ട്. നമ്മുടെ ഫാൻ മോട്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി അതിലേക്ക് നമുക്ക് ലീഫ് കണക്ട് ചെയ്ത് കൊടുക്കുക. പഴയ ഫാൻ മോട്ടറിൽ ലീഫ് സ്റ്റക്കായിരുന്നു, അപ്പോൾ നമ്മളത് പയ്യനെ തട്ടി പുറത്തെടുത്ത് അതിന് ശേഷം നമ്മൾ പുതിയ ഫാൻ മോട്ടറിലേക്ക് ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നെട്ട് അപ്പോൾ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, ഊരിപ്പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫാൻ മോട്ടറിൻ്റെ എല്ലാ പണികളും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഫാൻ ഇപ്പോൾ നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ഫാൻ മോട്ടർ. അങ്ങനെ നമ്മൾ ഫാൻ മോട്ടർ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. AC നമ്മൾ ഓണാക്കിയാണ്. ഓണാക്കി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ AC വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കൂളിംഗ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫുൾ സർവീസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഔട്ട്ഡോറിലുള്ള കുറച്ച് ഡസ്റ്റൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ഡസ്റ്റൊക്കെ ഇങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ ACയുടെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ AC നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല കൂളിംഗ് ഉണ്ട്. കേടായ പഴയ മോട്ടർ മാറ്റി നമ്മൾ പുതിയ മോട്ടർ വെച്ചു. അങ്ങനെ നമ്മുടെ AC നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല കൂളിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സൂപ്പർ കൂളിംഗ് ആണ്. നമ്മൾ 16 ടെമ്പറേച്ചറിലിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി കൂളിംഗ് ആണ്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.